this moment now I pray, and I vow to you this day I dedicate this baby back to you. I dedicate myself to train and love. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ ഉദാശിയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അംഗമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തിത്തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണം. കാലത്തിൻ്റെ നാഥ എന്നേക്കും. സുവിശേഷം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. ഈശോയുടെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമമനുസരിച്ച് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയും കർത്താവിനെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടണം എന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയിരുന്നു. നമ്മുടെ കർത്താവ് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കർത്താവ് മാമോദീസ പ്രദാനം ചെയ്യുന്ന വരപ്രസാദത്തിൽ ഈ ശിശുവിനെ എന്നും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ സമൃദ്ധിയിൽ വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിനും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതനായ മിശിഹായെ, ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കം പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കണമേ. ഈ ശിശുവിന് നൽകുവാൻ പോകുന്ന ഇഗ്നേഷ്യസ് എന്ന വിശുദ്ധ നാമം സൂചിപ്പിക്കുന്ന എല്ലാ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിൻ്റെ നാമകരണമായ വിശുദ്ധൻ്റെ മാതൃകയനുസരിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽമാലാഖയുടെ നിരന്തരമായ സംരക്ഷണവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ശിശുവിനെ ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിൻ്റെ ജനനത്തിലും വളർച്ചയിലും താല്പര്യവും സന്തോഷമുള്ള എല്ലാവർക്കും വിശിഷ്യ ഈ കുടുംബത്തിനും ഈ ശിശു എന്നും അഭിമാന സ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ഈ കുടുംബത്തെ ഞങ്ങളോരോരുത്തരെയും ഞങ്ങളെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴുകയും ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളെല്ലാം ആസ്വദിക്കുകയും സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുകയും ഞങ്ങളുടെ ആരെങ്കിലും അങ്ങേ പ്രയോഗിക്കാനിടയാൽ ഞങ്ങളോട് ശിക്ഷിക്കണം. ഈ കുടുംബത്തിലുള്ളവരെയും സമൂഹമായി ഞങ്ങളെ മറ്റുപോയ വിഭാഗങ്ങളെ പ്രവേശിക്കണം. ആരോഗ്യശാരീരമായ എല്ലാവരും പ്രതികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. സ്വർഗത്തിൽ അങ്ങനെ കണ്ട ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തലങ്ങളെയും മാറിയ പ്രതിഷ്ഠ ചെയ്യാൻ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ തന്നെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ശോധനത്തെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തലങ്ങളെയും ഞങ്ങൾക്ക് അപേക്ഷിച്ചു
works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. Oh, God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. നമ്മുടെ ഈ വിശ്വാസ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വസിച്ച് നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളെ സമർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗ്ഗസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ. കർത്താവായ ദൈവമേ, അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ഈ ദാസനെ വചനത്തിൽ ചേർക്കുകയും അവസാനത്താൽ വികാസിക്കുകയും ചെയ്യുന്ന ജലത്താലും സുഭാത്മാവിനാൽ വീണ്ടും ജനിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ വിശ്വസിതരെ അതിനാകണമേ. ഈ ദാസിയോട് വിതരണം ചെയ്യുവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനെ ആകുലപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം എന്റെ അനുഗ്രഹം ഭക്ഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നതിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നൊരു കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനെ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദി ശരീരത്തിലെ അവയവമായി തീരുവാൻ ഈ ദാസൻ പ്രകാശമുള്ള സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാക്കണമേ. ഈ ദാനത്തിൽ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. തലോട്ടം. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗവും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വംസിയായി നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഇതാ ഈ ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാൻ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്ന് മാമോദിസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവരെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിലൊന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത്
ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിക്കുന്ന ഹേസിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഹേസിനെ ആത്മീയ ഭൗതികമായ എല്ലാ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരു കീഴിൽ ഒരാലയത്തിൽ ചേരുന്ന നിന്റെ രക്ഷാകരം വേഗം സംജാതമാകട്ടെ. നിന്റെ സഭയിൽ ഗുരുവിനെ ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ സന്നിധാനം ചെയ്യുവാൻ എന്നെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥാ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇഗ്നേഷ്യസ് മാമോദീസ മുക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇഗ്നേഷ്യസ് മാമോദീസ നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ നിനക്ക് മാതൃദീപമായിരിക്കട്ടെ. മാമോദീസയുടെ ദൈവമകനായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്ന ഹേസൽ എന്ന പ്രാർത്ഥനത്തിനായ ശിഷ്യതുപോലെ അങ്ങയുടെ ദാസനെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യത്തിലും വിശ്വാസങ്ങൾ മഹത്വപ്പെടുത്തുവാനും ഹേസൽ അനുഗ്രഹിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലവാനായ ദൈവമേ, നീയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ യേശുവിനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിതപൂർണ്ണതയിലേക്ക് വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് നീയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും നിത്യജീവിതത്തിലുള്ള അവകാശവും നിങ്ങൾക്ക് നൽകി പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആബാപിതാവേ എന്ന് വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവെപ്പ് സൂക്ഷ്മ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുശേഷനെ സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ഈ ദാസനെ ദയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച ഗ്രഹിച്ചുകാരനാവുകയും നാമപൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യും. ശിശുവിന്റെ എല്ലാ ദാസനെ സൂക്ഷിക്കട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയപ്പെടുന്നു.
സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവിടുന്നീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ അവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ വിശുദ്ധ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഇടവകനായ വിശുദ്ധ ജോന്റെ പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തെ കാരണവുമായ ശിശുവിന്റെ ജീവിതമാതൃക ഇവരെ വഴികാട്ടിയായി തീരുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തിരുസഭയുടെ വിശ്വസമുദ്രനായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷകനായി തീരട്ടെ. കുടുംബത്തിന് പ്രകാശം, നാടിന് സേവനമാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. For all the times I felt cheated, I complained. You know how I love to complain. For all the wrongs I repeated, though I was to blame, I still cursed that rain. I didn't have a prayer, didn't have a clue. And then out of the blue, God gave me you to show me what's real. And there's more to life than just how I feel. And all that I'm worth is right before my eyes. And all that I live for, though I didn't know why, now I do. 'Cause God gave me you. For all the times I wore myself pity like a favorite shirt, all wrapped up in that hurt. For every glass I saw half empty, now it overflows like a river through my soul. And every doubt I had, I'm finally free. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ
കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം നന്ദിയോട് കൂടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. So, do you know who are more happier than being parent of Hazel Vava? Hazel Vavയിലും ഭയങ്കരമായിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ട് ഈ മൂമെന്റിൽ നിൽക്കുന്ന 2 ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. So, I do welcome them. So yes, it's none other than his grandparents. They are extremely happy with their first luckiest grandchild for the both families. Now I invite Hazel's parental grandparents, Appapan, baby uncle and Leda auntie, and the maternal grandparents, Paulo's uncle and Daisy auntie, onto the stage. Grandparents കൂടാതെ ഹേസലുട്ടനെ കളിപ്പിക്കാനും ലാളിപ്പിക്കാനും കൊഞ്ചിക്കാനും കുറെ പേരുണ്ട്. നമുക്ക് അവരെ കൂടി ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. So now I happily invite Hazel's Veliappa Leon from paternal side and Hazel's Papan Leo, Mema Helen and Chajan Hebin from the maternal side onto the stage. So let's officially begin our function with a prayer. I request everyone to stand for the prayer. I invite ഈ സുദിനത്തെ ഒന്നുകൂടി മീനിങ്ഫുൾ ആക്കിയാൽ നമുക്ക് I invite Reverend Father Roger Varapalli for the prayer onto the stage. വിശ്വാസമല്ലേ എല്ലാം എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരസ്യവാചകവുമായി അത് തന്നെയാണ് ചെയ്യുന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് ഹെയ്സൽ എന്ന കൊച്ചു മകനെ ദൈവം സ്വീകരിക്കുകയും നമ്മൾ ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഇന്നിവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. നമുക്ക് ആ മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും, പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, മറ്റുള്ള എല്ലാവരും ഈ കുഞ്ഞിന് വിശ്വാസ ജീവിതത്തിൽ ജീവിക്കാനൊരു സാഹചര്യമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വളരെയേറെ സുരക്ഷിതമായ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പാടുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഗാനം നമുക്ക് പാടാം. പ്രത്യേകമായി ഈ ഒരു സ്നേഹക്കൂട്ടായ്മ ഈ മകനെ പ്രതി നമ്മളോട് ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ 2-3 പേർ കൂടുന്നവരുടെ മധ്യം ഞാനുണ്ട് എന്ന് പറഞ്ഞ ഈശോയുടെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നീയേഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അവയെക്കുറിച്ച് വിശിഷ്ടമായ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി നമുക്ക് ഈശോയെ ഹൃദയത്തോടും സ്നേഹത്തോടും ചേർത്ത് പിടിക്കാം. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ പ്രതിരൂപമായി ഒരു മകനെ ഈ സമൂഹത്തിലേക്ക് വിശിഷ്ടമായ പ്രാർത്ഥന എല്ലാവർക്കും ഈ മകന് വേണ്ടി നമുക്ക് വിശ്വാസത്തോട് വിളിച്ചാൽ സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ നമുക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽപ്പെടുത്തരുത്, ദൈവത്തിന്മേ നീ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഈശോയെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും അനുസൃതമായി വളർത്തിയ പരിശുദ്ധാമ്മയെ മാധ്യസ്ഥപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാം. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഒരു ദൃഢമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധമറിയമേ നമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴിയുടെ സമയത്ത് നമ്പുരാനോട് വീഴ്ചമേ. നമ്മുടെ കർത്താവ് ശിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗങ്ങളോടും ഉണ്ടായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. So let's begin our ceremony with the candle lighting. യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് ഈ കുഞ്ഞിനെ സ്വാഗതം ചെയ്യുന്നവരെ അർത്ഥവത്താക്കിയ നിമിഷമാണിത്. വിശ്വാസത്തിന്റെ പ്രകാരം ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്നും നിൽക്കാനായി നമുക്ക് തിരിതെളിക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കാം. Let's invite Hazel Vava with his parents to candle the light. Light the candle.
ഉണ്ടാവില്ല. അപ്പം അതെന്താന്ന് ഞാൻ തന്നെ പറയാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 5 ദിവസം കഴിഞ്ഞ, അതായത് ഏപ്രിൽ 20-ാം തീയതി ഹേസലിന്റെ അപ്പാപ്പനും തലതൊട്ടപ്പനും ഞങ്ങളുടെ അപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അപ്പാപ്പൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എപ്പോഴും എന്താ പറയാ, എപ്പോഴും കൃഷിയോട് കൂടുതൽ താല്പര്യമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പന് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഞങ്ങളിവിടെ ഇന്ന് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഹേസലിന്റെ വക അപ്പാപ്പന് ഒരു ഗിഫ്റ്റായിട്ട് ഇന്ന് ഞങ്ങള് മെമ്മറി ആയിട്ട് അവന്റെ മാമുദിസയുടെ ഓർമ്മയ്ക്കായിട്ട് അവനോട് തന്നെ കൊടുക്കാനായിട്ട് അപ്പാപ്പനെ ഇൻവൈറ്റ് ചെയ്തു. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as
light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Baby, you know that I won't mind. We get no rest till the sunrise, until you make me fall in love again. As light shows your face, I can never be the same. I plan to love you all my life, yeah, until you meet your chariot. Until you meet your chariot. Until you meet your chariot. നീലാമ്പലേ നീ വന്നിതാ ഞാനാം നിലാവിന്റെ പൊയ്കയിൽ നീഹാരവും വാർത്തെന്നലും കൂട്ടാകുമീ വേളയിൽ തെളിവാനമിതാ ഒരു പൂക്കുടയാ താരകമിഴികൾ ഓതിയ മൊഴികൾ ഒരാർദ്ര മധുഗീതമായി തലോടുമിനി നമ്മളെ. എന്തു പറ്റി? ടീച്ചർ ഇവിടേക്ക് വരാറില്ലാമ്പലേ നീ വന്നിതാ ഞാനാം നിലാവിന്റെ പൊയ്കയിൽ. ഈ പുലരികളിൽ ഒരു കനവിൻ പടവുകളിൽ നാമിതളുകളിൽ വേലെഴുതി ഉണരുകയായി. ഓവൽ പൈതലേ എൻ വാനിൻ തിങ്കളേ നീയോ തന്നിതാ നായികാനന്ദമേ. അമ്മയാ നിക്ക്. How do you do that with your eyes? You know it gets me every time.